പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നതാണല്ലോ നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യം പല ആളുകൾക്കും അറിയത്തില്ല, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഉണ്ടാവാനിടയായ സാഹചര്യവും അതിന്റെ സ്റ്റോറിയും ആണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോയാലോ. കൃത്യം പറയാൻ നമ്മുടെ തൃശ്ശൂർ പൂരം ഉണ്ടാവാനിടയായ ഒരു ഇൻസിഡന്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 200 വർഷം അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് പിന്നിലേക്ക് പോകണം. അപ്പൊ ഇതിന്റെ ഇൻസിഡന്റിന് ആധാരമായ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതനമായതും അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരവുമായ ഒരു പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ആറാട്ടുപുഴ പൂരത്തിലേക്ക് തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അവിടെയുള്ള നാനാ പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ പൂരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതായത് അവിടുന്ന് പങ്കെടുക്കുന്ന ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവഗണങ്ങളാണ് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഐതിഹ്യം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വർഷം അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ കാരണം നമ്മുടെ ഈ പാറമേക്കാവും അതേപോലെ തന്നെ തിരുവമ്പാടി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അന്ന് നമ്മുടെ ഈ ആറാട്ടുപുഴ അമ്പലത്തിലെ ക്ഷേത്രാധികാരികൾ, അവിടുത്തെ ഭരണാധികാരികൾ, രാജാവ് എല്ലാം കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന മഴ കാരണം ഈ വൈകി എത്തി നമ്മുടെ ഇത്തരം പറഞ്ഞ ക്ഷേത്രങ്ങളിലായിരുന്നു, ആ ക്ഷേത്രങ്ങളിൽ അവർ വൈകി എത്തിയതുകൊണ്ട് തന്നെ അടുത്ത പൂരങ്ങളിലേക്ക് ഈ ഭരണാധികാരികൾ യാതൊരുവിധ ദയവും കൂടാതെ കാരണം ഒന്ന് അന്വേഷിക്കാൻ അവരെ ആ പൂരത്തിൽ നിന്ന് മൊത്തത്തിലങ്ങ് വിലക്കി കളഞ്ഞു. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഒരുപാട് അടുത്തുള്ള സങ്കടവും അതേപോലെ തന്നെ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു ഇൻസിഡന്റ് അവിടെ നടന്നത്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്ന തന്റെ പ്രജകളോടായിട്ട് ശക്തൻ തമ്പുരാൻ പറയുകയായിരുന്നു, ഇനി പൂരം നമ്മൾ ഇവിടെ നടത്തും, നമ്മുടെ ഈ പൂരം കാണാൻ ലോകത്തിലുള്ള എല്ലാ ആളുകളും നമ്മുടെ ഈ മണ്ണിൽ വരുമെന്ന് ശക്തമായ ഒരു പ്രഖ്യാപനം സങ്കടപ്പെട്ടിരുന്ന തന്റെ പ്രജകളുടെ മുന്നിലേക്ക് ശക്തൻ തമ്പുരാൻ വിളംബരം ചെയ്യുകയാണ് ആ ഒരു സമയത്ത്. അങ്ങനെ ഈ ഒരു ഇൻസിഡന്റോട് കൂടിയാണ് നമ്മൾ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂരം ലോക ശ്രദ്ധയിലേക്കും മൊത്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. വടക്കുന്നാഥൻ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ച് പാറമേക്കാവ്, തിരുവമ്പാടി തുടങ്ങിയ 10 ക്ഷേത്രങ്ങളെ ഒന്നിപ്പിച്ച് അദ്ദേഹം തൃശ്ശൂർ പൂരം ആരംഭിച്ചു. അങ്ങനെ ശക്തൻ തമ്പുരാന്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ തൃശ്ശൂർ പൂരം ലോകമെമ്പാടും അറിയപ്പെടുന്ന പൂരങ്ങളുടെ പൂരമായി മാറുകയാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ജസ്റ്റ് അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇതേപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കണ്ടന്റുകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം